ഞാൻ പോവുകയാണ്. All set? All set. Krabi! എന്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ. ഹലോ, ഇന്ന് നമ്മൾ തേർഡ് ഡേ ആണ് തായ്ലൻഡിൽ. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് ക്രാബിയിലാണ്. 1 മണിക്കൂർ മുന്നേ നമ്മൾ ക്രാബിയിലെത്തി. ഫുക്കറ്റിൽ നിന്ന് ക്രാബിയിലെത്തി. ഇന്ന് നമ്മൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്യുന്നത് 7 ഐലൻഡ്. സൺസെറ്റും കാര്യങ്ങളൊക്കെ കാണാം. ശരിക്കും ക്രാബിയിൽ 7 ഐലൻഡ് കാണാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഫുക്കറ്റിൽ നിന്ന് ക്രാബി 3 hours ഉണ്ട് ഡ്രൈവ് ഉണ്ടായിരുന്നു അല്ലേ. ഇന്ന് ക്രാബി കണ്ടാൽ നാളെ രാവിലെ തന്നെ നമ്മൾ മോർണിംഗ് ഫ്ലൈറ്റിൽ പട്ടായ പോകും. അപ്പൊ ഇന്ന് ഫുള്ള് ബീച്ച് ഡേ ആണ്. അല്ല, ഇന്നലെ ബീച്ച് ഡേ ആയിരുന്നു, പക്ഷെ കംപ്ലീറ്റ് എന്നും ബീച്ച് ഡേ. തായ്ലൻഡിൽ വന്നു കഴിഞ്ഞാൽ ബീച്ച്. അതുകൊണ്ട് ഇന്ന് ഞാൻ ബീച്ച് വെയർ ആണ് ഇട്ടിരിക്കുന്നത്. ഇത് നമ്മളിവിടെ വന്ന് തായ്ലൻഡിൽ നിന്ന് തന്നെ വാങ്ങിയത് കേട്ടോ. കാരണം കംഫർട്ടബിൾ ആണ്. ഇന്നലെ ഞാനിട്ട ഡ്രസ്സ് കാണാൻ നല്ല ഭംഗിയാണെങ്കിലും അത് ബീച്ചിൽ ഇറങ്ങുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരുന്നു ഉണങ്ങാനും ഇതിനൊക്കെ. അപ്പോൾ ഇതാവുമ്പോൾ വെരി ഈസി. അപ്പോൾ പോവാല്ലേ, 7 ഐലൻഡിലേക്ക് പോയി നോക്കട്ടെ. ഓൾ സെറ്റ്? All set. രമേശേട്ടന് ഫുള്ള് ബീച്ച് വൈബ്. രമേശേട്ടൻ കാര്യമായിട്ടാണ് കേട്ടോ അല്ലേ. തായ്ലൻഡിൽ വന്ന് എൻജോയ് ചെയ്തില്ലെങ്കിൽ പിന്നെ എങ്ങനെയല്ലേ മിത്തോസ്? ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഭാഷ ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിവിടെ വന്ന മുതൽ നമ്മൾ ചെയ്യും. 3 kilometers. Okay. പരിപാടി നമ്മൾ പറയണ മൂപ്പർക്ക് ഇത് ഫസ്റ്റ് ഡേ മുതൽ ഇതാണ് പറയണതൊന്നും മനസ്സിലാവില്ല. ഒരേ ഒരു ശരണം എന്ന് പറയുന്നത് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ആണ്. രമേശേട്ടൻ ഇവിടുന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ അവർക്കത് കൊറിയ എന്ന് പറയുന്നത് തായ്ലൻഡായിട്ട് തായ് ലാംഗ്വേജിൽ പോവും. അവര് തായില് പറയുന്നത് നമുക്ക് ഇംഗ്ലീഷിൽ കാണിച്ചു തരും. പക്ഷെ എന്നാലും പൊതുവെ നല്ല ഉപകാരമായി ഈ സാധനം അല്ലേ. നമ്മൾ ഈ ഒരു വണ്ടിയിലാണ് കേട്ടോ പോണ. ഇങ്ങനൊരു വണ്ടിയാണ്. അപ്പം നമ്മളിത് ഈ ഒരു സ്പോട്ടിലെത്തി. ഇതൊരു ബീച്ചാണ്. ഇവിടുന്നാണ് നമ്മുടെ റൈഡും കാര്യങ്ങളൊക്കെ 7 ഐലൻഡ് റൈഡും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. ഇവിടെ ഭയങ്കര തിരക്കുണ്ട് കേട്ടോ. നമ്മൾ വെയിറ്റ് ചെയ്യാണ്. സോ നമ്മൾ 7 ഐലൻഡിലെ ഫസ്റ്റ് സ്ഥലത്തേക്ക് എത്തി. ഇനി നമുക്ക് എന്തൊക്കെയാണോ ക്ലൈംബിങ്ങോ റോക്ക് ക്ലൈംബിങ്ങോ എന്തൊക്കെ സംഭവങ്ങളുണ്ട്. 5 മിനിറ്റ് നടക്കണം. അപ്പോൾ അവിടെ മങ്കീനെ കാണാം, കടൽ കാണാം എന്നൊക്കെ പറയുന്നു. പോയി നോക്കാം. ഒരു ഐഡിയ ഇല്ല കേട്ടോ. അപ്പം നമ്മളിതാ ഈ ബാക്കിൽ കാണുന്നത് എന്താ അറിയോ, നമുക്ക് റോക്ക് ക്ലൈംബിംഗ് ആണ്. നമുക്ക് വേണമെങ്കിൽ കയറാം. ഇതേ പോണ ആൾക്കാർ ഏതുവരെ കയറാം അതുവരെ കയറാൻ പറ്റും അങ്ങനെ. അപ്പോൾ അല്ലെങ്കിൽ ഇതാ അവിടെയൊക്കെ നിൽക്കാം. ഈ ബീച്ചിൽ ഇറങ്ങാൻ പറ്റാത്തതാണ്. ഫുള്ള് കണ്ടോ ഇങ്ങനത്തെ സംഭവങ്ങളാണ്. ഒരു ചളിയുള്ള പോലത്തെയാണ്. ഇറങ്ങി കുളിക്കണതൊന്നും അങ്ങനെ പറ്റില്ല. വേണമെങ്കിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. അങ്ങനെ ഈ ഒരു സ്ഥലത്ത് വന്നപ്പോഴാണ് ഞാൻ കുറേ ആയിട്ട് ആഗ്രഹിച്ചിരുന്ന കുറച്ച് കിടിലൻ ഫോട്ടോസ് ഇവിടെ വന്നപ്പോൾ മുതൽ വിചാരിച്ചിരുന്ന കേട്ടോ. ഇങ്ങനെ കുറച്ച് പോസിലുള്ള ഫോട്ടോസ് ഈ ഒരു ലോങ് ടെയിൽ ബോട്ടിലിരുന്നിട്ട് ആ ഒരു ബീച്ചിൻ്റെ ഭംഗിയും കൂടെ ആസ്വദിച്ച് രമേശേട്ടനെ കൊണ്ട് കുറച്ച് കിടിലൻ ഫോട്ടോസ് എടുപ്പിക്കണം എന്നുള്ളത് ഞാൻ വിചാരിച്ചേക്കാളും ഭംഗിയിൽ എനിക്ക് നല്ല അടിപൊളി ഫോട്ടോസ് രമേശേട്ടൻ എടുത്തുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നമ്മൾ ബീച്ചിലൊന്നും അങ്ങനെ കാര്യമായിട്ട് ഇറങ്ങിയിട്ടില്ലെങ്കിലും കുറേ നല്ല ഫോട്ടോസ് കിട്ടി. ഈ ഒരു ഡ്രസ്സ് ഞാൻ ഓൾറെഡി ഇങ്ങനെ ഫോട്ടോ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് തന്നെ വാങ്ങിയതാണ്. അങ്ങനെ നമ്മൾ കറക്റ്റ് അവർ വരേണ്ട ടൈം ആകുമ്പോഴേക്ക് തിരിച്ചെത്തി. കുറച്ച് കിടിലൻ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ആ ഫ്രണ്ടിൽ ഇങ്ങനെ നിന്നിട്ട് രമേശേട്ടൻ അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഞാൻ ഫുള്ള് കണ്ടിട്ടില്ല. ഇനി സമാധാനമായിരുന്നു കാണണം. പിന്നെ നമ്മൾ ഇവിടുന്ന് അടുത്ത ഐലൻഡിലേക്ക് കേട്ടോ. നല്ല വെയിലാണെങ്കിലും ഇതിൻ്റെ ഉള്ളിലിരുന്ന് ഇങ്ങനെ വണ്ടിയിൽ നിന്ന് കാറ് എന്ന് പറയുന്നത് ബോട്ട് പോകുമ്പോൾ നല്ല തണുപ്പ്, നല്ല രസമുണ്ട്. സോ 7 ഐലൻഡിലെ രണ്ടാമത്തെ ഐലൻഡിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഇവിടെ വളരെ ലോ ടൈഡായ കാരണം ഇപ്പോൾ സ്നോർക്കലിംഗ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് 4 മണിയാകുമ്പോഴേക്കും ബോട്ടിലല്ലേ 4 മണിയാകുമ്പോഴേക്കും ഇവിടുന്ന് ഇറങ്ങണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. സോ അരമണിക്കൂറുണ്ട്, ബീച്ചിലൊക്കെ ഇറങ്ങാം. ദേ ഓരോരുത്തർ കിടന്ന് സൺബാത്ത് ചെയ്തു. നമ്മളൊക്കെ ചൂട് കൊള്ളാതിരിക്കാൻ വേണ്ടി ഓടുകയാണ്. ഇവർ ഈ ചൂടത്ത് കിടക്കുകയാണ്.
ക്രാബി. സോ ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞത് നമ്മളിവിടെ നടുക്കടലിൽ നിർത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് സ്നോർക്കലിങ്ങിനുള്ള ടൈമാണ്. ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. രമേശേട്ടൻ നല്ല ഫിഫി ഐലൻഡിൽ ചെയ്തു അല്ലേ? അപ്പം ഞാൻ മോഷൻ സിക്നസ് അടിച്ച് കിടക്കുമായിരുന്നു. അപ്പം ഇന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. അങ്ങനെയുണ്ട് രമേശേട്ടയ്ക്ക് പേടിയാണ്. മിത്തും ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇടുന്നുണ്ട്. എനിക്കൊരു എന്താ പറയാ ടെൻഷൻ ഉണ്ട്, പക്ഷെ ഓവർകം ചെയ്താൽ ഓക്കെയാണ്. വേണ്ട അല്ലേ? ഇവിടുന്നല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഒരു അവസരം കിട്ടിയില്ലെങ്കിൽ വിചാരിച്ചിട്ട് ഞാനൊരു അവസരങ്ങളും ഇതാക്കുന്നില്ല, എല്ലാം മുതലാക്കാണ്. അങ്ങനെ ഞാൻ പോവുകയാണ്. ഈശ്വരക്ക് പേടിയാണ്. യെസ് കാണുന്നുണ്ടോ? ഈ സ്നോർക്കലിംഗ് ആക്ടിവിറ്റിയിൽ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റാവുന്നതാണ് കേട്ടോ. ഇതിൻ്റെ എക്യുപ്മെൻറ്റൊക്കെ ഇവർ ബോട്ടിൽ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യും. ഒരു സ്നോർക്കൽ ഉണ്ടാവും, പിന്നെ ഒരു മാസ്ക് ഉണ്ടാവും. ഇത് രണ്ടുമാണ് മെയിനായിട്ടുള്ളത്. ഈ മാസ്ക് നമ്മൾ മുഖത്ത് വയ്ക്കുക, അതിനോടനുബന്ധിച്ച് ഒരു കുഴൽ പോലെ സ്നോർക്കൽ എന്ന് പറയുന്ന ഒരു ട്യൂബ് അതുണ്ടാവും. അപ്പോൾ അതാണ് നമ്മളിങ്ങനെ ശ്വാസം എടുക്കാൻ പറ്റുന്നത്. ഇതിനങ്ങനെ നമുക്ക് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഇപ്പോൾ ഈ സ്കൂബ ഡൈവിങ് പോലുള്ള അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതങ്ങനെ നീന്തലിനെ പേടിയുള്ളവർക്കും ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. കാരണം എന്താ വെച്ചാൽ ലൈഫ് ജാക്കറ്റ് ഉണ്ടാവും. പിന്നെ ഇത് സംഭവിക്കുന്ന വെള്ളത്തിൻ്റെ അടിയിൽ പോയിട്ടല്ല, മുകളിൽ നമ്മളിങ്ങനെ കിടന്നിട്ട് ഈ മാസ്കിൻ്റെ ഉള്ളിലൂടെ നമ്മളിങ്ങനെ താഴേക്ക് നോക്കിയിട്ട് താഴെയുള്ള മറൈൻ ലൈഫ് ആസ്വദിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ മത്സ്യങ്ങളെ അതൊക്കെ ഇങ്ങനെ കാണുന്ന പോലെ. പിന്നെ നമുക്ക് എന്താ വെച്ചാൽ അവിടുന്ന് പോരുമ്പോൾ തന്നെ നമുക്കിങ്ങനെ മൊബൈൽ ഇട്ട് വയ്ക്കാനുള്ള ഒരു കവർ നമുക്ക് മേടിക്കാൻ കിട്ടും, സീൽ ചെയ്ത്. അപ്പോൾ മൊബൈൽ ഇട്ടിട്ട് താഴെ ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റും. അത് അധികം ആഴുണ്ടാവില്ല ആ സ്ഥലം. അപ്പോൾ നമുക്ക് അതൊക്കെയും ഷൂട്ട് ചെയ്യുകയും ചെയ്യാം മൊബൈലിൽ. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ കടലിൻ്റെ അടിയിലുള്ള പോലെയുള്ള കാഴ്ചകൾ ഇങ്ങനെ ആസ്വദിക്കുകയും ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആക്ടിവിറ്റിയാണ് കേട്ടോ അത്. Eight people have one more mask, please. You can give me one. എന്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ അമ്മ. ആദ്യം കുറച്ച് വെള്ളം കുടിച്ചു, പക്ഷെ അടിപൊളി. എൻ്റെ ജീവിതം സഫലമായി. അങ്ങനെ നമ്മൾ ക്രാബിയിൽ സൺസെറ്റ് കാണാനുള്ള ബീച്ചിൽ വന്നിരിക്കുകയാണ്. സോ ഇവരുടെ വക തന്നെ ചെറിയൊരു ഡിന്നർ പരിപാടിയും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിന്നർ കഴിച്ച് കഴിയുമ്പോഴേക്കും സൺസെറ്റ് ആവും. അത് കഴിഞ്ഞ് ഇവിടെ ഫുൾ എൻജോയ് ചെയ്തിട്ട് പിന്നെ ഒരു സ്നോർക്കലിങ്ങും കൂടെ ഉണ്ട്. ഒരു യെല്ലോ എന്തോ സംഭവം പറഞ്ഞ ബയോലൂമിനസ് സ്നോർക്കലിങ്ങും കൂടെ. അത് രാത്രിയാണ്, സൺസെറ്റിന് ശേഷം. സോ ക്രാബി മുതലായി. ഞാൻ രമേശേട്ടാ ഇന്നത്തെ ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്തു. ബ്യൂട്ടിഫുൾ സ്ഥലം കേട്ടോ, അടിപൊളി. ഇനി സൺസെറ്റും കൂടെ ഒന്ന് കാണട്ടെ. എന്തൊരു ഭയങ്കര സ്ഥലം അറിയോ, പറയാതിരിക്കാൻ വയ്യ, അത്ര അടിപൊളി. One by one. Chicken, na? സോ ബീച്ച് ഡിന്നർ അല്ലേ? ഇവിടുത്തെ ഡിന്നർ ഇത്തിരി നേരത്തെയാണോ?
നല്ല ഫുഡ് അല്ലേ? നോൺ വെജും വെജും ഓപ്ഷൻ രണ്ടും ഉണ്ട്. തായ് കറി, റൈസ്, നൂഡിൽസ്, പിന്നെ പനീറുണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, വെജ് റോളുണ്ട്, സാലഡ് ഭയങ്കര ടേസ്റ്റ്. അടിപൊളി. ഇത് നല്ല എക്സ്പീരിയൻസ് അല്ലേ ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്? എങ്ങനെയുണ്ടായിരുന്നു സൊപ്പു? ആദ്യമായിട്ട് കടലിൻ്റെ അടിത്തട്ട്. സൊപ്പുവിന് കടൽ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ആദ്യമായിട്ടാവും. എന്നെ കുറച്ച് വെള്ളം കുടിപ്പിച്ചു, ഞാൻ നല്ല വെള്ളം കുടിച്ചു. പിന്നെ മുക്കിയിട്ട് നമുക്ക് നീന്താൻ അറിയില്ല. ലൈഫ് ജാക്കറ്റ് ഇട്ടാലും നമുക്ക് നീന്താൻ അറിയാതെ കടലിൻ്റെ ബീച്ചിൽ കടലിലിരിക്കണ പോലെ അല്ലല്ലോ കടലിൽ ഇറങ്ങി കളിക്കുന്നത്. അപ്പം എനിക്കിങ്ങനെ മറിഞ്ഞു പോവാൻ ഞാൻ രമേശേട്ടനെ കുറേ പിടിച്ച് മുക്കി. പക്ഷെ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി അത് ആ ഒരു മനസ്സിലാക്കാൻ, അതിങ്ങനെ സ്നോർക്കിങ് ചെയ്യേണ്ട രീതി. അത് അവർ പറയും ആ ഈ ഊ അതാണ് അവർ കറക്റ്റ് പറഞ്ഞു തരാം. അവർ പിടിച്ചോട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം അങ്ങനെ നോക്കി അങ്ങനെ കാണാം. അതെ, അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. മിത്തുവിന് ഭയങ്കര ഇഷ്ടമായി അല്ലേ? മിത്തുവിന് സ്വിമ്മിങ് അറിയാം, എന്നിട്ടും മിത്തു ഒന്ന് ചെറുതായിട്ട് ഫസ്റ്റ് ടൈം നമുക്കൊരു പേടി. പക്ഷെ ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ്. ഒരു പ്രാവശ്യം ആദ്യമായിട്ട് തന്നെ ഇന്നലെ ഞാൻ പറഞ്ഞില്ല, ഇന്നലെ ഫുക്കറ്റിൽ ഞാൻ ഇറങ്ങിയില്ല, രമേശേട്ടൻ മാത്രമേ ഇറങ്ങിയില്ല. കാരണം എനിക്ക് ആ ബോട്ട് ഒട്ടും പറ്റിയില്ല, ഭയങ്കരമായിട്ട് തലചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ കൂടെ എനിക്ക് ഛർദ്ദിക്കാൻ വന്നപ്പോൾ ഞാൻ അതിലിറങ്ങിയില്ല, ബീച്ചിൽ മാത്രം ഇറങ്ങി കളിച്ചു. പക്ഷേ ഇന്നത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ബോട്ട്. ഈ ബോട്ടാണ് നല്ലത്. അത് മാത്രമല്ല ഇന്നലെ കുറേ ദൂരം ഉണ്ടായിരുന്നു, ഒരു 2 മണിക്കൂർ ബോട്ടിൽ യാത്ര ചെയ്തിട്ട്. ഇന്ന് എല്ലാ ഐലൻഡും അടുത്തടുത്താണ്. പോട ഐലൻഡ് ആണ് നമ്മൾ ക്രാബിയിൽ സൺസെറ്റ് കാണാൻ നോക്കുന്നത്. സൺസെറ്റ് ആവാറായി, എല്ലാവരും അത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. നല്ല രസമുള്ള പേരല്ലേ പോടാ മോനെ ദിനേശ. പോട വന്നവരോട് പോടാന്ന് പറയാം. സോ ക്രാബിയിലെ പോട ഐലൻഡിലെ നല്ല ബ്യൂട്ടിഫുൾ സൺസെറ്റ് കണ്ട് ഇനി നമുക്ക് ഒരു സ്ഥലം കൂടെ പോകാനുണ്ട്. നമ്മുടെ ഡിന്നറും കഴിഞ്ഞു, നമുക്ക് ഒരു സ്ഥലം കൂടെ പോയി എനിക്ക് തോന്നുന്നു നമ്മൾ വീട്ടിലെത്തുമ്പോഴേക്കും ഒരു 10 മണി ആവുന്നുണ്ടാവും ഏകദേശം, കാരണം പിന്നെ അവിടെ നിന്ന് പോകണ്ടേ. സോ അടിപൊളിയായിരുന്നു ഇന്നത്തെ 7 ഐലൻഡ് ടൂറ് അല്ലേ? അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. പോടാന്നാണോ പറയില്ല, പക്ഷെ എന്തായാലും കിട്ടില്ലേ, നല്ല ബ്യൂട്ടിഫുൾ. എന്ത് രസം നോക്കിയാൽ മേഘൊക്കെ ഇങ്ങനെ നോക്കി നമുക്ക് ഇവിടുന്ന് പോവാൻ തോന്നുന്നില്ല ശരിക്കും പറഞ്ഞാൽ. ഇവിടെയൊക്കെ തന്നെ ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ ഇരിക്കാൻ തോന്നാം, ഈ ബീച്ചിൽ ഇങ്ങനെ ഇരിക്കാൻ തോന്നാം. എല്ലാവരും അത് തന്നെയാണ് കേട്ടോ ചെയ്യണത്, ഭയങ്കരമായിട്ട് റിലാക്സ്, നല്ല ഫ്രഷ് ആയ പോലെ. ഇനി ഒരു ബീച്ചും കൂടി ഉള്ളൂ എന്നാലേക്കുമ്പോൾ ചെറിയൊരു സങ്കടം. അപ്പോൾ അടിപൊളി, ഇന്നത്തെ ദിവസം സൂപ്പർ. ഇങ്ങനെ ക്രാബിയിലെ നല്ല ഭംഗിയുള്ള സൺസെറ്റും ഒരുപാട് മെമ്മറീസ്, ശരിക്കും പറഞ്ഞാൽ ഫോട്ടോ ആണല്ലേ. പിന്നെ നമ്മൾ വീട്ടിൽ വന്നാലും കുറേ കാലങ്ങൾക്കൊക്കെ ശേഷം നമുക്ക് ആ ഫോട്ടോസാണ് നമ്മുടെ മെമ്മറീസ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫോട്ടോവും വീഡിയോയും ഇതിൻ്റെ മാക്സിമം ബ്യൂട്ടിയൊക്കെ ഒപ്പിയെടുത്ത് നമ്മളിതേ തിരിക്കുകയാണ്. സന്ധ്യ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് പോകാൻ ഒട്ടും തോന്നുന്നുണ്ടായിരുന്നില്ല. എന്നാലും ഈ രാത്രിത്തെ ബോട്ട് യാത്ര ഒന്ന് പറയേണ്ട സംഭവം തന്നെയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു സീനറിയൊക്കെ കാണുന്ന പോലെയാണ് അത് ഫോട്ടോയിലൂടെ നോക്കുമ്പോഴും. പിന്നെ നേരിട്ട് കാണുന്ന ഒരു ഭംഗി ഫോട്ടോയിൽ ഉണ്ടോയെന്ന് പോലും അറിയില്ല, അത്ര ഭംഗിയായിരുന്നു നേരിട്ടിട്ട്. നമ്മുടെ ആ ഒരു യാത്രയും തണുപ്പും ആ ഒരു സൺസെറ്റും എല്ലാം കൂടായിട്ട് നമ്മളിങ്ങനെ യാത്രയൊക്കെ ചെയ്ത് ഭക്ഷണവും അവർ ഇടയ്ക്കിടയ്ക്ക് ഫ്രൂട്ട്സും കാര്യങ്ങളും ഒക്കെ തരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് രാത്രിത്തെ ഒരു സംഭവം കൂടെ അവിടെ ഉണ്ട്, സ്നോർക്കലിങ്ങും സ്വിമ്മിങ്ങും രാത്രിയും കൂടെ ഉണ്ടായിരുന്നു. അത് പക്ഷെ നന്നായി സ്വിമ്മിങ് അറിയുന്നവരെ മാത്രമേ അവർ രാത്രി വിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. നമുക്കൊന്നും സ്വിമ്മിങ് അറിയാത്തവരെ അവർ കടലിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇതാ ബയോലൂമിനസ് എഫക്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ ആ ഒരു ഗ്രീൻ കളർ ബ്ലൂ കളർ ഉള്ള സംഭവം സയൻസാണ്. അപ്പോൾ അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് രാത്രി ഉണ്ടായിരുന്നത്. ഇതാണ് നമ്മുടെ ഗൈഡ്. നമ്മുടെ ഓരോ ഗൈഡും അടിപൊളിയായിരുന്നു കേട്ടോ, ഭയങ്കര തമാശയും ഭയങ്കര രസവും. അവർ നമ്മൾ ഓരോരുത്തരെയും വിളിച്ച് കറക്റ്റ് കേട്ട് കൊണ്ടുപോയി. അങ്ങനെ അവസാനം നമ്മൾ ഒരുപാട് ലേറ്റായി നമ്മൾ ക്രാബിയിൽ എത്തി. അതിനുശേഷം നമ്മുടെ ഹോട്ടലിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. ക്രാബിയും ഈ ഫുക്കറ്റ് പോലെ തന്നെ അടിപൊളി നൈറ്റ് ലൈഫ് ഉള്ള ഒരു സ്ഥലമാണ്. ഈ ബീച്ചിൻ്റെ ഏരിയയൊക്കെ അതെ, നമ്മുടെ തായ്ലൻഡിൽ നമ്മൾ പല സ്ഥലങ്ങളിലും ആക്ച്വലി ബീച്ച് പോലെയും ഫുഡ് പോലെയൊക്കെ നമ്മൾ ആസ്വദിക്കേണ്ട ഒന്നാണ് നമ്മുടെ ഈ നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത്. കണ്ടോ, ഫുൾ റെസ്റ്റോറൻറ്റ്സ്, ബീച്ചിൻ്റെ വൈബ്, ഫുഡ്, ഡ്രിങ്ക്സ്,
ഇതൊക്കെ തന്നെ നമുക്ക് കുറേ ദൂരം നടക്കാം. ഇതൊക്കെ തന്നെയാണ് ആക്ച്വലി ക്രാബിൻ ബീച്ചിൻ്റെ സൈഡ് ശരിക്കും ഭയങ്കര വൈബാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു വലിയൊരു ഓട്ടോറിക്ഷ പോലത്തെ ലോറി പോലത്തെയോ ടുക് ടുക് പോലെ എന്ത് വേണമെങ്കിലും വിളിക്കാം, അതിലിങ്ങനെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. ഞാനും മിത്തും രംശേട്ടനും ഞങ്ങളെല്ലാവരും കുറേ നേരം ഇത് കൂടെയൊക്കെ എൻജോയ് ചെയ്ത് ഇങ്ങനെ നമ്മുടെ റിസോർട്ടിലെത്താറായി. നമുക്ക് സമയമില്ല, നമ്മൾ ഓരോ പ്രാവശ്യം ഫുൾ സ്ഥലം കണ്ട് രാത്രി എത്തിയാലും നമുക്ക് നെക്സ്റ്റ് ഡേയിലത്തെ ഒരു സ്ഥലത്ത് 2 ദിവസമൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡേ എന്ന് പറയുന്നത് പോകുന്നത് പട്ടായയിലേക്കാണ്. ക്രാബി നമ്മുടെ കഴിഞ്ഞു, ഈ ഒരു ഐലൻഡിലേക്ക് വരാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നമുക്ക് പാക്കിങ്, ചെന്നുടനെ പാക്കിങ്ങും ഒന്നിനും സമയമില്ല. രാവിലെ 7 മണിയാകുമ്പോഴേക്കും വണ്ടി വരുമ്പോഴേക്കും നമ്മുടെ പാക്കിങ്ങും പരിപാടികളൊക്കെ പോകണം. ഇപ്രാവശ്യം നമ്മൾ ക്രാബിയിൽ നിന്ന് ബാങ്കോക്കിലേക്ക് ഫ്ലൈറ്റ് ആണ് കേട്ടോ പോണത്. ബാങ്കോക്ക് എയർപോർട്ടിൽ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പോണത് പട്ടായയിലാണ്. അപ്പോൾ ഇനി 2 ദിവസം പട്ടായയിലാണ് നമ്മൾ നിൽക്കുന്നത്. സോ തൽക്കാലം നമ്മുടെ ക്രാബി വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ക്രാബി. ഇനി പട്ടായ വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ നാളെ രാവിലെ മോർണിംഗ് ഫ്ലൈറ്റ് ബാങ്കോക്കിലെത്തി അവിടുന്ന് പട്ടായയിലേക്കുള്ള യാത്ര, പട്ടായ സംഭവങ്ങൾക്കൊക്കെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കും അടിപൊളി വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ തൽക്കാലം ഇവിടെ നിർത്തുകയാണ് കേട്ടോ. ബൈ.